ഹലോ ഗൈസ്, അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടും കയറിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. 2 ദിവസം ഇടയ്ക്കൊക്കെ ചായ കാച്ചാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഉച്ചയൂണൊന്നും തയ്യാറാക്കാൻ വേണ്ടി കയറിയിട്ടില്ല. എന്തായാലും ഇന്ന് നല്ലൊരു ഉച്ചയൂണ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണേ. ആദ്യം തന്നെ നല്ല പപ്പടം കാച്ചി മാറ്റുന്നുണ്ട് കേട്ടോ. അതേ വെളിച്ചെണ്ണ തന്നെ നല്ല മാന്തള ഉണക്കലാട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ കുറച്ച് ഉള്ളി പൊളിക്കുന്നുണ്ട്. ഇന്നിവിടെ പരിപ്പ് കൂട്ടാനാട്ടോ. പരിപ്പ് ഒലത്തിയതാണ്. എവിടെയെങ്കിലും കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ നല്ല പരിപ്പറിയും മീൻകറിയൊക്കെ കൂട്ടി ചോറുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. പിന്നെ ഉണക്കച്ചെമ്മീനും നല്ലോണം വാട്ടിയൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇക്കാർക്ക് ഉണക്കച്ചെമ്മീനാണ് ഇഷ്ടം, മാന്തള കൂട്ടൂല. അതുകൊണ്ടാട്ടോ രണ്ടെണ്ണമായിട്ട് വറുത്തത്. പിന്നെ കുറച്ചധികം ഉള്ളി നല്ലോണം ചതച്ചെടുത്തതിന് ശേഷം ബീൻസ് ഒലത്താനും പരിപ്പ് ഒലത്താനും കൂടി ആയിട്ടാട്ടോ 2 വിധത്തിൽ 2 ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ബീൻസിനുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണത്തിൽ നമ്മൾ പരിപ്പ് കാച്ചാനുള്ളതിലും ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഇവിടെ വാവി കയറാൻ വേണ്ടി വെച്ചതിന് ശേഷം പരിപ്പ് വേവിച്ചതിലോട്ട് ആ ഉള്ളി ഒന്ന് തട്ടിക്കൊടുത്തൊക്കെ പൊത്തി വേവിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ബീൻസൊക്കെ റെഡി ആയതിനു ശേഷം എല്ലാം കൊണ്ടുപോയി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മേളിലായി വെക്കണം എന്താണെന്നറിയാവോ, എല്ലാ കറികളും കൊണ്ടുപോയി ടീപ്പോയി വെക്കുമ്പോൾ സിമ്പിളായിരിക്കും. പിന്നെ എല്ലാം റെഡിയാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി തിണ്ണയൊക്കെ നല്ലോണം തുടച്ചതിന് ശേഷം എല്ലാ തുണികളും അവിടെ ഇട്ട് കൈയൊക്കെ കഴിക്കുന്നതിന് ശേഷം വെള്ളമായിട്ടാട്ടോ തിരിച്ച് പോകുന്നത്. അതിനിടയിൽ എന്തോ ഒരു പണി ഒപ്പിക്കുന്നുണ്ട് ചെറുത്. ഞങ്ങൾ വെള്ളമായിട്ട്